ലച്ചു നീ മധുരം കഴിക്കുന്നത്? ഡയറ്റ് പ്രസംഗിക്കുന്ന ആളാണ് മധുരം കഴിക്കുന്നത്. കൊള്ളാം, നല്ല നല്ല ഉപദേശം അതിന്റെ. ചോക്ലേറ്റ് ഇല്ല കുഴപ്പമില്ല. ഡയറ്റ് നോക്കുന്ന ആളാണ് ഇത് കഴിക്കുന്നത്. റേച്ചേട്ടനാണ് എന്നെ ഉപദേശിക്കുന്നത്. റേച്ചേട്ടൻ എപ്പോഴും ചോക്ലേറ്റ് അല്ല കഴിക്കുന്നത്. ഞാനവിടെ കഴിക്കാൻ കഴിക്കാറില്ലല്ലോ. റേച്ചേട്ടൻ എപ്പോഴും ഏറ്റവും കൂടുതൽ മധുരം ഈ വീട്ടിൽ കഴിക്കുന്ന റേച്ചേട്ടൻ. ഞാൻ പറഞ്ഞോളൂ മറുപടി ആയിരിക്കും അല്ലേ? മറുപടി ഒന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞു. കുഴപ്പമില്ല. നിന്റെ ഡയറ്റ് നിന്റെ പ്രശ്നമല്ലേ, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ കൂടി പോകും. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. നീയും കഴിച്ചോണ്ടിരുന്നോ? ഞാൻ കിടക്കാൻ പോവാ. ഞാൻ വരാം. ചേട്ടാ എവിടെ പോയി? കഥ തുറന്ന് നടക്കാണല്ലോ. എവിടെ പോയി? ചേട്ടാ ഇതെന്താണ് അടുക്കളയിലൊരു വെളിച്ചം? അമ്പടെ ജൂബിനക്കടി, എന്താണ് ഇവിടെ പരിപാടി? ഞാനും ശബ്ദം കേട്ടു. വായി കിടക്കുന്ന ചവയ്ക്കുന്നതിന്റെ ആയിരിക്കും ശബ്ദം. ഞാൻ അയ്യോ ഞാൻ കിടക്കുമായിരുന്നു. ആളെ കാണാൻ ഇങ്ങോട്ട് വന്നതാ. എന്റെ ഒരു ഡയലോഗ് ആയിരുന്നു നേരത്തെ. എന്നെ ഭയങ്കര കുറ്റപ്പെടുത്തലോ, ഞാൻ മധുരം കഴിക്കൂല, ഞാൻ ഒട്ടും കഴിക്കൂല. എന്നിട്ട് ഇപ്പൊ നോക്കി ഒളിച്ചും പാത്തും വന്നിന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ശബ്ദം കേട്ട് വന്നതാ. നോക്കിയതാ ഇത്. നോക്കും വെറുതെ നാണം കണ്ടതാ. വാ പോരെ. ഞാൻ എടുത്ത് നോക്കിയാ